guys, welcome to day 3 in Kazakhstan. അങ്ങനെ ഒരു കോഫിയൊക്കെ ഇട്ട് റൂമത്തെ വ്യൂ ഒക്കെ കണ്ട് റെഡിയായി നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിനി കാണാൻ പോകുന്നത് അൽമാട്ടിയിലെ കൂടുതൽ സിറ്റി വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സാത്തി വില്ലേജിൽ പോയിട്ട് സ്റ്റേ ചെയ്തു. അതിനടുത്തുള്ള ഒരുപാട് നാച്ചുറൽ സ്പോട്ടുകളൊക്കെ കവർ ചെയ്തു. ഇനി നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത് സിറ്റിയിലെ കാഴ്ചകളായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളി നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതേപോലെ ഒരുപാട് ഫുഡുകൾ നമുക്കിനി ട്രൈ ചെയ്യാനുണ്ട്. ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഐറ്റിനറി പ്രകാരം നമ്മൾ ഷിംബുലാക്കിലോട്ടാണ് പോവേണ്ടിയിരുന്നത്. പക്ഷെ നമ്മളെ ഗൈഡ് നമ്മളോട് പറഞ്ഞു ഇന്ന് അവിടെ ഒരു എൻഡ് ഓഫ് സീസൺ പാർട്ടി നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേ 3 ആൻഡ് ഡേ 4 ഐറ്റിനറിയെ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്തു. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് നിയറസ്റ്റ് എക്സ്ചേഞ്ചിലേക്കാണ്. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യമുള്ള പൈസ മാത്രമേ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്കിപ്പോൾ പോയിട്ട് മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടും കണ്ടുപിടിക്കണം. കഴിഞ്ഞ 2 വീഡിയോസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന ക്വറി നമ്മൾ ഏത് മാസം അല്ലെങ്കിൽ ഏത് ഡേറ്റ്സിലാണ് ട്രാവൽ ചെയ്തതെന്നായിരുന്നു. ഞങ്ങൾ ഏപ്രിൽ 11 to 15 ആണ് ട്രാവൽ ചെയ്തത്. നിങ്ങൾക്ക് അൽമാട്ടി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു മന്ത് നമ്മൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വെതറാണ് ഈ ഒരു ടൈമിൽ. നമുക്കിവിടെ അൺയൂഷ്വലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഇവിടുത്തെ സിഗ്നൽ, ഒരേ സമയം ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ഓപ്പൺ ആവുന്നത് നമ്മൾ കണ്ട്. അതേപോലെ ഇവിടെ ചില കാറുകൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ഇൻ്റർനാഷണൽ ആക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ റെൻ്റ് കാർ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു ബിൽഡിംഗ് ആണിത്. അന്വേഷിച്ച് നോക്കിയപ്പം ഇവിടെയാണ് ഇവിടുത്തെ ആനുവൽ മ്യൂസിക് ഫെസ്റ്റിവലും അതുപോലെ തന്നെ കുറേ കോൺസേർട്സും ഒക്കെ നടക്കാറുള്ളത്. അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ഡോളേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കണം. 9 മണിക്കാണ് ഇവർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ടൈം കുറച്ച് 2-3 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് തുറന്നപ്പോൾ ആദ്യത്തെ കസ്റ്റമറായിട്ട് നമ്മൾ കയറി. അങ്ങനെ എക്സ്ചേഞ്ചിൽ നിന്ന് കുറച്ച് കറൻസി മാറ്റിയിട്ട് നമ്മൾ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലോട്ട് നടക്കുകയാണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാൻഫിലോ പാർക്കിലൂടെയാണ്. ആക്ച്വലി ഇവിടെ 2 അട്രാക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ കാണുക. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു കേട്ടോ ഈ പാർക്കിലൂടെ നടക്കാൻ. നല്ല ബ്രൈറ്റ് സണ്ണി ഡേ, നല്ല അടിപൊളി ക്ലൈമറ്റ്. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും നമ്മൾ പാർക്കിൽ കാണുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു ഇതിലൂടെ നടക്കാൻ. നടക്കുന്ന വഴിയിൽ റോഡ് സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ കച്ചവടക്കാരെ കാണാം. അത് വാങ്ങിക്കാനും ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളുടെ അടുത്ത് ഒരുപാട് ആൻറ്റിക് ഐറ്റംസ് കാണാം. മറ്റു ചിലർ സെല് ചെയ്യാൻ നിൽക്കുന്നത് പഴയ ബുക്സ്, അതേപോലെ CD, ലാപ്ടോപ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇതിനൊക്കെ ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ വിൽക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് അവരുടെ ഉപജീവന മാർഗമായിരിക്കാം ഇത്. അങ്ങനെ നമ്മളൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഗൂഗിൾ റേറ്റിംഗ് നോക്കിയപ്പോൾ അത്യാവശ്യം റിവ്യൂ കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ കയറിയത്. നമ്മൾ ഓർഡർ ചെയ്തത് എഗ്സ് ആൻഡ് സോസേജ്, പിന്നെ അവരുടെ ബ്രെഡ്, അതുപോലെ ചീസ് ആൻഡ് മീറ്റ് പൈ, ഡംപ്ലിങ്സ്, പാസ്ത, മഷ്റൂം വിത്ത് ബീഫ്, അതുപോലെ തന്നെ ഒരു റൈസ് ഐറ്റം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ബില്ലും കൊടുത്ത് ഇനി നേരെ പോകുന്നത് ഗ്രീൻ ബസാറിലേക്കാണ്. അൽമാട്ടിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് വൈബ്രന്റ് ആൻഡ് ഐക്കോണിക് സ്പോട്ടുകളിലൊന്നാണ് ഗ്രീൻ ബസാർ. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രീൻ ബസാർ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ്. ഇനി അല്ലാത്തവർക്ക് ഇതൊരു എക്സ്പീരിയൻസും.
ഗ്രീൻ ബസാറിലെ വൺ ഓഫ് ദ മോസ്റ്റ് കളർഫുൾ സെക്ഷൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ കുറേ നമുക്ക് സ്പൈസസ്, അതുപോലെ ഡ്രൈഡ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, പലതരം ടീ ലീവ്സ് ഒക്കെ കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഹൽവയാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ കച്ചവടക്കാരും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പം നമ്മളിതൊരു ബോക്സ് വാങ്ങിച്ചായിരുന്നു. ഇത് ഇവിടുത്തെ മീറ്റ് സെക്ഷനാണ്. ഇതാണ് കേട്ടോ ഇവരുടെ ഫേമസ് ഹോഴ്സ് മീറ്റ്. അതുപോലെ തന്നെ പോർക്കിൻ്റെയും ബീഫിൻ്റെയും പലതരത്തിലുള്ള മീറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് ഏറ്റവും രസമായി തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പിഗിൻ്റെ ആണെങ്കിലും ഹോഴ്സിൻ്റെ ആണെങ്കിലും തല, കാല്, ഇവൻ മൂക്കടക്കം സെപ്പറേറ്റ്ലി വെക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൗതുകത്തോടെ നോക്കിയിരുന്ന ഞങ്ങളെ കണ്ടിട്ട് കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു ഈ മീറ്റിൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടു. അങ്ങനെ നമ്മളെ കണ്ടതിന് ശേഷം ഇദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൈലിൽ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് പാൻഫ്ലോ പാർക്കിലുള്ള 2 അട്രാക്ഷൻസ് കാണാൻ വേണ്ടി പോകണം. ഇവിടെ ഒരു കുഞ്ഞു കുട്ടി ഇവിടുത്തെ ബേർഡ്സിന് ഫീഡ് ചെയ്യുന്നത് കാണാം. അങ്ങനെ നമ്മൾ പാൻഫിലോഫ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബാറ്റിൽ ഓഫ് മോസ്കോയിൽ മരണപ്പെട്ട 28 സോൾജേഴ്സിനെ ആദരിക്കുന്നതാണ് ഈ പാർക്ക്. അന്നത്തെ സോവിയറ്റ് ജനറലായ ഇവാൻ പാൻഫിലോഫിൻ്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ഈ ഒരു മോണ്യുമെന്റ് മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്നാണ് അറിയപ്പെടുന്നത്. 1941-1945 ഇടയിൽ സോവിയറ്റ് യൂണിയനും നാസി ജർമ്മനിയുമായിട്ടുള്ള യുദ്ധവിജയത്തിന്റെ 30ാമത്തെ വാർഷിക ഭാഗമായി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ മോണ്യുമെന്റ്. പാൻഫിലോഫ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന അടുത്തൊരു അട്രാക്ഷനാണ് അസെൻഷൻ കത്തഡ്രൽ. ഈ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് 1907 നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കംപ്ലീറ്റ് വുഡ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിലെ തന്നെ 2nd ടോളസ്റ്റ് വുഡൻ ചർച്ച് എന്ന് കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചർച്ചിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അധികം സമയം അകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ചർച്ചിൻ്റെ പുറമേ ആയിട്ട് കുറേ പേര് ഒരേ തരമുള്ളൊരു പൂ വെക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ചർച്ചിൻ്റെ മനോഹരമായ ആർക്കിടെക്ചറും കണ്ട് നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ അടുത്തുള്ള ഡെഗിർമാൻ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ അവിടെ മെനുവിൽ നിന്ന് ഓർഡർ ചെയ്തത് രാമൻ, കബാബ് പ്ലാറ്റർ, ലാം ചോപ്സ്, ലാം സ്ക്യൂവേഴ്സ്, ലാം മീറ്റ് വിത്ത് യോഗർട്ട് ആൻഡ് ചിക്കൻ ഫില്ലറ്റ് ബർഗർ ആയിരുന്നു. നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ ഡിഷസിലും ലാംബ് ഇൻക്ലൂഡ് ആണ്. കാരണം ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്ലേവർ വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇഷ്ടമായത് ലാംബ് മീറ്റ് തന്നെ ആയിരുന്നു.
ഡെസേർട്ടായിട്ട് ഇവരുടെ ടർക്കിഷ് ബക്ലാവയും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം ക്യാബ് ബുക്ക് ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് ഇവിടെ അടുത്തുള്ള ഒരു അടിപൊളി സിറ്റി വ്യൂ പോയിന്റിലോട്ടാണ്. നമ്മുടെ യാത്രയിൽ ടാക്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് യാൻഡെക്സ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പായിരുന്നു. ഈ ഒരു ആപ്പാണ് ഇവിടെ പോപ്പുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 4 പേരിനേക്കാളും കൂടുതലുള്ള ഗ്രൂപ്പായിട്ടാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആപ്പിലെ മിനി വാനാണ് ബുക്ക് ചെയ്യേണ്ടത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മിനി വാനിന് കുറച്ചധികം വെയിറ്റിംഗ് ടൈം ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ കൊക്ടോബിലെത്തി. ഇവിടുന്ന് നമ്മൾ മേലോട്ട് കയറണമെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് നടന്നിട്ട് പോകാം, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ഇവിടുന്ന് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ കേബിൾ കാർ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ട്രാൻസ്പോർട്ടേഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഒരാൾക്ക് 1 സൈഡ് ആണെങ്കിൽ 1500ഉം ബോത്ത് സൈഡ് ആണെങ്കിൽ 2000 ടങ്കയും കൊടുക്കണം. കൊക്ടോബയിലോട്ടുള്ള കേബിൾ കാർ സ്റ്റേഷൻ വേറെ സ്പോട്ടിലാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇവരുടെ ബസ് സർവീസ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, ബോത്ത് വേസ്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ അത്യാവശ്യം നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി കുറേ നൈറ്റ് ലൈഫ് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. പിന്നെ കേബിൾ കാർ ആണെങ്കിൽ ഞങ്ങൾ നാളെ ഷിംപ്ലാക്കിൽ പോകുമ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യും. കൊക്ടോബെ എന്ന് പറഞ്ഞാൽ കസാഖ് ഭാഷയിൽ ഗ്രീൻ ഹിൽ എന്നാണ് അർത്ഥം. ഇവിടെ നിന്ന് നമുക്ക് അൽമാട്ടി സിറ്റിൻ്റെയും അതിന് ചുറ്റുമുള്ള മൗണ്ടൻ റേഞ്ചസിൻ്റെയും ഒരു പനോരമിക് വ്യൂ തന്നെ കിട്ടും. ഇനി നമുക്ക് കൊക്ടോബിൻ്റെ കാഴ്ചകൾ കാണാം. സൺസെറ്റിൻ്റെ ടൈം ആയപ്പോൾ നമ്മളിവിടെ എത്തിയത് കൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു നമുക്കിവിടെ വെച്ച് കിട്ടിയിരുന്നത്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റിൻ്റെ പുറമേ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്ക്, റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ സൊവനീർ വാങ്ങിക്കാൻ പറ്റിയ ഒരുപാട് നല്ല കടകളും ഇതിൻ്റെ മുകളിലുണ്ട്. നമുക്കിവിടെ കസാഖിസ്ഥാൻ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആളുകളെയും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നവരെയും കാണാം. ഇവിടെ സോവനിയേഴ്സ് വാങ്ങാൻ വേണ്ടി കുറേ ഷോപ്സ് ഉണ്ട്. ഞങ്ങളും ഇവിടെ നിന്ന് തന്നെയായിരുന്നു വാങ്ങിച്ചത്. ഇവിടുത്തെ മറ്റൊരു മേജർ അട്രാക്ഷൻ ഇവിടുത്തെ അമ്യൂസ്മെന്റ് റൈഡ്സ് ആണ്. റോളർ കോസ്റ്റേഴ്സ്, മിറർ മേസ്, ബമ്പർ കാർ, ജയന്റ് വീൽ തുടങ്ങി കുറേ റൈഡ്സ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര ഇവിടെ ഉണ്ട്. അൽമാട്ടി ടെലിവിഷൻ ടവറാണ് നമ്മൾ ഈ കാണുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്രീ സ്റ്റാൻഡിംഗ് ട്യൂബുലർ സ്റ്റീൽ സ്ട്രക്ചർ കൂടിയാണ് ഇത്. അങ്ങനെ ഇവിടെ ഈവനിങ് എത്തി നമ്മൾ ഒരു അടിപൊളി സൺസെറ്റും കണ്ട് അൽമാട്ടിയുടെ രാത്രിയുള്ള ഒരു വ്യൂവും കണ്ട് ഇനി നമ്മൾ തിരിച്ചു പോവാണ്. വന്ന പോലെ തന്നെ നമുക്ക് താഴോട്ടേക്കും ആ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്. അവിടുന്ന് നമ്മളിനി ക്യാബ് ബുക്ക് ചെയ്ത് നേരെ അർബാത്ത് സ്ട്രീറ്റിലോട്ട് പോവാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വൈബാണ്. ലൈവായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ പറ്റും.
അൽമാട്ടിയിലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ് എന്ന് തന്നെ നമുക്ക് അർബാദ് സ്ട്രീറ്റിനെ വിളിക്കാം. ലൈവ് മ്യൂസിഷ്യൻസ്, ഡാൻസേഴ്സ്, മജീഷ്യൻസ്, ഫുഡ് സ്റ്റോൾസ്, ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്സ് എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു സ്ട്രീറ്റാണ് അർബാദ് സ്ട്രീറ്റ്. അങ്ങനെ അവിടെ നിന്നും നമ്മളൊരു ഫുഡ് സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് പോകുമ്പോൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നമ്മൾ ഭയങ്കര ക്യൂ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് അവിടുത്തെ ഐറ്റം എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഐസ്ക്രീംസ്, ബബിൾ ടീ ആണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു സ്പോട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഡോണർ ഷോപ്പിലാണ്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. ഇവർക്ക് ചിക്കനിലുണ്ട്, ബീഫിലുണ്ട്, അതുപോലെ ചിക്കൻ ആൻഡ് ബീഫ് മിക്സ് ആക്കിയ ഡോണേഴ്സും ഉണ്ട്. ഞങ്ങൾ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതോടുകൂടി കസാക്കിസ്ഥാനിലെ ഡേ 3 നല്ല സന്തോഷത്തോടെ എൻഡ് ചെയ്യാണ്. നാളെയാണ് നമ്മൾ ഷിംബുലാക്ക് പോകുന്നത്. അപ്പോൾ സ്നോ കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളുള്ളത്. നമ്മളെ എൻറ്റയർ കസാക്കിസ്ഥാൻ ട്രിപ്പിൽ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ്സ് ആണ് നാളത്തെ ദിവസം. സോ സ്റ്റേ ട്യൂൺ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.